ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണല്ലോ അല്ലെ? സ്നേഹമുള്ള വൈദികര്, സിസ്റ്റർമാര്, ഡീക്കനച്ചന്മാര്, നമ്മുടെ സെമിനാരി വിദ്യാർത്ഥികൾ, സിസ്റ്റേഴ്സ് പഠിക്കുന്നവര്, ചെറിയ ഫുൾ ഹാഫ് എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹാപ്പി ന്യൂ ഇയർ. തിരിച്ച് മറുപടിയൊക്കെ പറഞ്ഞോ? പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ വർഷം വലിയ അനുഗ്രഹത്തിന്റെ വർഷമായിട്ട് മാറ്റപ്പെടും കേട്ടോ. ഞാൻ പ്രത്യേകം കുർബാനയിൽ ഇന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ അങ്ങനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അത് പ്രത്യേകം ഓർത്തിട്ടുണ്ട് കുർബാനയിൽ കേട്ടോ. കർത്താവിന്റെ വലിയൊരു കൃപയായിട്ട് അങ്ങോട്ട് മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ രാവിലെ ന്യൂ ഇയറിന്റെ കുർബാന നിൽക്കുന്ന സമയത്ത് ഒരു ഫാമിലി വന്നു. ഒരു ബാംഗ്ലൂർ ഇവിടുന്ന് ഒരു ഫാമിലിയാണ്. അപ്പൊ ഫാമിലി വന്നപ്പോ ചേച്ചി ഓടിയെന്ന് പറയതേ, ഞാൻ ഈശോ വിശുദ്ധായിരിക്കുന്നെന്ന് പറയുമ്പോഴത്തേക്കും എന്റെ പിള്ളേർ ഹല്ലേലൂയ, അച്ഛന്റെ ഹല്ലേലൂയ അച്ഛൻ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു. ശരിയാണല്ലോ, വിശുദ്ധായിരിക്കണമെന്ന് പറഞ്ഞ ഹല്ലേലൂയാണല്ലോ പറയുന്നത്. എന്നാലും കുഞ്ഞുങ്ങൾക്കൊരു സ്നേഹമല്ലേ, ഒരു സന്തോഷമല്ലേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ഇതിന്റെ നന്മറജോനെ ചൊല്ലി ഈ വർഷം നമുക്ക് എല്ലാവർക്കും, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിന്റെ വർഷമായി മാറണം അല്ലെ. അതിനുവേണ്ടി ഒരു നന്മറജോനെ ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മുമ്പിലെ ഹൃദയത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയമങ്ങളും ഞങ്ങൾ ഈ വർഷത്തെ ഞങ്ങൾ സമർപ്പിച്ചു കേട്ടോ. നല്ല വിശുദ്ധയായി തീരണം. അതേപോലെ ദൈവഹിതം എല്ലാം നടപ്പാക്കണം. പാപസാഹചര്യങ്ങൾ ചെന്ന് ചാടരുത്. എല്ലാം കർത്താവിന്റെ പരിശുദ്ധാത്മ പ്രേരണയാ ചെയ്യണം. അങ്ങനത്തെ നല്ല നല്ല ബെസ്റ്റ് നിയമങ്ങളൊക്കെ വെച്ചു കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾ, വിവാഹ തടസ്സം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികളില്ലേ, ജോലി തടസ്സം, നമുക്ക് പിന്നെ വെക്കാം. ഇതിപ്പോ ഒരു മെയിൻ സാധനങ്ങൾ വെച്ചു പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ന്യൂ ഇയർ ആയിട്ട് ഒരു ബ്ലെസ്സിങ് കിട്ടാത്തവർക്ക് ഇന്ന് അവസാനത്തിന് ന്യൂ ഇയർ ബ്ലെസ്സിങ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവചനമാണ്. തലക്കെട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടാകും ഞാൻ വിചാരിക്കുകയാണ്. ഇങ്ങനെയാണ് തലക്കെട്ട്: ഉള്ളതുപോലെ പറയുക, ദൈവം ഇടപെടും. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 5:7 ആണ്. അതിനെങ്ങനെയാണ്? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും ആരെങ്കിലും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം, അജകവാടത്തിൽ നമുക്ക് ആ ഒരു യോഹന്നാൻ 5-ാമത്തെ അധ്യായത്തിൽ കുളക്കരയിൽ കിടന്ന തറവാട് രോഗിയുടെ പശ്ചാത്തലമാണ്. ഈ കുളത്തിൽ എൻ്റെ സഭയുടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പല സ്ഥലത്തൊക്കെ വായിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ കുളത്തിൽ വെള്ളം മാലാക സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നല്ലേ, കുളമൊക്കെ ഇളകുന്നു, വെള്ളം ഇളകുന്നു, ആ സമയത്ത് ഇറങ്ങുന്ന സൗഖ്യം പ്രാപിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പരമ്പരാഗതമായ ഒരു വിശ്വാസത്തിന്റെ തലേനതുണ്ട്. അപ്പോൾ ഈ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ചങ്ങാതി അവിടെ കിടക്കുവാണല്ലോ. അപ്പോൾ കർത്താവ് ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്? അപ്പോൾ ഉള്ളതുപോലെ പറഞ്ഞ് ചിന്തിച്ച് നോക്കിയേ അല്ലേ. അവന് വേറെ എന്തൊക്കെ വേണമെങ്കിലും പറയാം. പിന്നെ തിരിച്ചു വേണേൽ പല ചോദ്യങ്ങളും ചോദിക്കും അല്ലേ. ആഗ്രഹമില്ലാഞ്ഞിട്ടാണ് ഞാൻ പിന്നെ 10-38 വർഷക്കാലം ഇവിടെ കിടക്കുന്നത് എന്നൊക്കെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. അവൻ്റെ നിസ്സഹായ അവസ്ഥ അങ്ങോട്ട് പറഞ്ഞു. അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരും. കാരണം ഇവൻ തറവാതിലേക്ക് ഇവൻ ഏന്തിക്ക് വലിഞ്ഞ് പതുക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഓൾറെഡി കുറച്ചുകൂടെ കപ്പാസിറ്റിയൊക്കെ ഉള്ളവർ ഓൾറെഡി വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ എത്തുമ്പോഴേക്കും ആരെങ്കിലും വെള്ളത്തിലിറങ്ങി, മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പക്ഷേ മനോഹരമായിട്ട് ഈശോവിൻ്റെ കേസിലങ്ങ് ഇടപെടുമല്ലേ. അപ്പം അതിനകത്ത് നമ്മൾ എടുക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്, ഈ വർഷം എങ്ങനെയായിരിക്കും ഉള്ളതുപോലെ കരുതാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉള്ളതുപോലെ ആരുടെ ശരിക്കും പറയുന്നത്. ചില മനുഷ്യർ കുമ്പസാരത്തിൽ പോലും ഉള്ളതുപോലെ പറയാം. ചില മനുഷ്യരങ്ങനെയാണ്, കുടുംബത്തിൽ പറയുകയല്ല. പക്ഷെ കർത്താവിന്റെ സന്നദ്ധയിൽ പോരുമ്പോഴും നമ്മളത് അങ്ങനെ ആയതുകൊണ്ടാണല്ലോ കർത്താവെ ഞാൻ ഇങ്ങനെ ചെയ്തത്. അങ്ങനെയൊന്നുമല്ല, ഉള്ളതുപോലെ അങ്ങോട്ട് പറയാം. എൻ്റെ പൊന്ന് കർത്താവ്, നമ്മള് കർത്താവ് പൊടിയും ചാരവുമാണ് കർത്താവ്. നമ്മൾ ബലഹീന പോരായ്മയുള്ള എൻ്റെ കർത്താവ്, എൻ്റെയൊക്കെ അവസ്ഥ ഇതാണ്. 119 സങ്കീർത്തനം 26-ാമത്തെ വാക്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരം വരണേ. അപ്പോൾ അതിന് മാംസം ധരിച്ചിവിടെ തളർവാദരോഗ്യം അവൻ്റെ അവസ്ഥ പറഞ്ഞ് ദൈവം ഇടപെട്ടു. കാനാലിലേക്ക് എല്ലാണ്ട് എന്തെങ്കിലും പരിശുദ്ധ അവസ്ഥ പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല, ദൈവം ഇടപെട്ടു. നമ്മൾ നമ്മുടെ അവസ്ഥ അതുപോലെ അങ്ങോട്ട് പറയുക. നമ്മുടെ പാപമാണെങ്കിൽ അത്, നമ്മുടെ ബലഹീനതയാണെങ്കിൽ, നമ്മുടെ രോഗമാണെങ്കിൽ അത്, നമ്മുടെ ദേഷ്യമാണെങ്കിൽ അത്, എന്താണ് നമ്മുടെ പ്രശ്നം, ഉള്ളതുപോലെ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ പറയുമ്പോൾ പോലും പല ന്യായീകരണം, ഉള്ളിൽ പല ന്യായീകരണം മൽപ്പെടുത്തം നടക്കുകയാണ്. പക്ഷെ റിയൽ സെൽഫായിരിക്കുകയല്ല പറയുന്നത്. ഉള്ളതുപോലെ പറയുന്നിടത്തെല്ലാം കർത്താവ് ഇടപെടുന്ന ഒരു മേഖലയുണ്ട് ബൈബിളിൽ. പ്രൈസ് ദി ലോർഡ്. അത് നമുക്കൊരു ആധ്യാത്മികത. ഈ വർഷം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ല അല്ലേ. എപ്പോഴും കർത്താവിൻ്റെ അടുത്ത്, കർത്താവ് ഇതാണ് അതിൻ്റെ സത്യം, യാഥാർത്ഥ്യം ഇതാണല്ലോ കർത്താവ്. ദൈവമേ, പിന്നെ അത് വചനം കൂടെയൊക്കെ വെച്ച് നോക്കണേ, അതാണ് വേറൊരു പ്രശ്നം. നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭാഗം മാത്രം നോക്കിയാൽ പറയാം. വചനത്തിൽ പറയുന്ന അനുസരിച്ചായിരിക്കണം നമ്മുടെ ഈ ഇതെല്ലാം പറയുന്നത് അല്ലേ. ശത്രുക്കളെ സ്നേഹിക്കാൻ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്,
അതെല്ലാം കീപ്പ് ചെയ്യാൻ കൂടി ചെയ്യണമല്ലോ. ഉദാഹരണം ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ എല്ലാ കാര്യവും നോക്കി കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഈശോയുടെ സ്നേഹം കൂടെയുണ്ട്, നമ്മളും കൂടെയുണ്ട് കേട്ടോ. ധൈര്യമായിരിക്കും കേട്ടോ. എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സിയുടെയും അഭിഷേകാന്തി സിസ്റ്റേഴ്സിന്റെ ഒക്കെ കൂട്ടായ്മയിൽ, സെഹിയൻ കൂട്ടായ്മയിലൊക്കെ എല്ലാം പേരിൽ പ്രത്യേകമായിട്ടുള്ള ആശംസകൾ കേട്ടോ. അതേപോലെ തന്നെ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സിയുടെ SGM സിസ്റ്റേഴ്സും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ധാരാളം ശുശ്രൂഷകരുണ്ട്. അവരുടെ കൂട്ടായ്മയിലും എല്ലാവർക്കും പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ മംഗളങ്ങളോട് പറഞ്ഞു കാണണം. അപ്പോൾ എന്തായാലും ഈ പുതുവർഷം വലിയൊരു അനുഗ്രഹത്തിന്റെ വർഷമായി മാറട്ടെ. ഇതിനേക്കാളുപരി ഈശോയുടെ പേരിടിയിൽ നാമകരണ തിരുനാൾ ദിവസമാണല്ലോ, എമ്മാനുവേൽ അന്ന് സംഭവം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്നായിട്ട് സ്തുതിക്കാം. ഈശോയെ ആരാധന നന്നായിട്ട് സ്തുതിക്കാം. ഈശോയെ ആരാധന. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ജനുവരി മാസം 1-ാം തീയതി ഈശോയുടെ പേരിടൽ ഈ തിരുനാളിന്റെ അന്ന് കർത്താവ് ദൈവം നമ്മോട് കൂടെ അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. കർത്താവേ, അത് വചനങ്ങൾ എല്ലാത്തിൻ്റെയും പ്രത്യേകമായ ഒരു അഭിഷേകത്തിൽ നിന്നുകൊണ്ട് കർത്താവരെ പ്രത്യേകം ബ്ലെസ് ചെയ്യുകയാണ്. കർത്താവായ ദൈവമേ, ന്യൂ ഇയർ ആയിട്ട് ഒരു വൈദികന്റെ ആശീർവാദം കിട്ടാനൊക്കെ ആഗ്രഹിച്ച് ഒരുപാട് പേരുണ്ടാവുമല്ലോ. കർത്താവായ ദൈവമേ, നേരിട്ട് അല്ല ആശീർവാദം കൊടുക്കുന്നെങ്കിൽ നേരിട്ട് ഈശോ തന്നെ ആശീർവാദം കൊടുക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ഈശോ മിശിഹായുടെ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുന്നു. ഈ വർഷം നിങ്ങൾക്കൊരു അനുഗ്രഹത്തിന്റെ വർഷമായി മാറട്ടെ. ഈ വർഷം ദൈവത്തിന്റെ ഹിതം മുഴുവൻ നിറവേറ്റാൻ കർത്താവിന്റെ കൃപ തന്നെ നിങ്ങളെ താങ്ങട്ടെ. ഓരോ സെക്കൻഡിലും കിട്ടുന്ന പരിശുദ്ധാത്മ പ്രചോദനം അനുസരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കർത്താവെ, ഈ വർഷം പ്രത്യേകിച്ച് പാപത്തിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമെന്ന് നിയോഗം വെച്ച് ആശീർവദിക്കുക. ഈ വർഷം നിങ്ങൾക്ക് തുടങ്ങുന്നതെല്ലാം വലിയൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പ്രാർത്ഥനകളും നടക്കട്ടെ എന്ന് ആശീർവദിക്കുക. കർത്താവ്, ദൈവസ്നേഹവും സഹോദര സ്നേഹവും ധാരാളം വർദ്ധിക്കുന്ന ഒരു വർഷമായി മാറട്ടെ. ഒരുപാട് പ്രാർത്ഥന വർദ്ധിക്കുന്ന വർഷമായി മാറട്ടെ. വിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കാൻ കർത്താവ് ഒരുപാട് വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരട്ടെ. നിങ്ങളെ പ്രത്യേകമായി സമർപ്പിക്കുന്ന നിയോഗങ്ങളും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കും. ദുഷ്ടാരൂപികൾ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാത്മയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഈ വർഷം നല്ല പഠനത്തിലും ജോലിയിലും ഒക്കെ നല്ല ഉയർച്ചയുണ്ടാകുന്ന വർഷമായി മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.